ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കിയുടെയും ബെല്ലിയുടെയും എന്താ ലഞ്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ റോക്കി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തുവാടാ? ഇഷ്ടമുള്ള എന്തുവാ ഫുഡ് എന്തുവാ പറ. അവൻ മീൻ ബിരിയാണി ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ മീൻ തല വെച്ചിട്ടുള്ളൊരു ഫുഡാണ്. വയ്യ തുമ്മല. അപ്പോൾ അതാണ് അവൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബെല്ലക്ക് ഇഷ്ടമല്ലേ? ബെല്ലക്ക് ഇഷ്ടമല്ലേ? ബെല്ല ബെല്ല പറഞ്ഞേ, ഇഷ്ടമാണോ? ഇഷ്ടമാണോ ബെല്ല? ആ, ഉമ്മയൊക്കെ തന്നു. അപ്പോൾ ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിവരമില്ലാത്തവർ ഇതിനെ മത്തിത്തല വേവിക്കുക അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ ഇതിനെ വിളിക്കുന്ന പേര് മീൻ ബിരിയാണി എന്നാണ് ഗൈസ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് അയിലത്തലയാണ്. നമ്മൾക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തലകളാണ്. മനുഷ്യൻ്റെ തലയല്ല, മീനിൻ്റെ തല. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് അടുപ്പേ വെച്ച് വേവിക്കുക. വെല്ലമോളൊരു സാധുവാണ് ഗൈസ്. അവൾക്കൊരു മനുഷ്യനെ കടിക്കാൻ പോയിട്ട് ഒരു എല്ലും കഷ്ണം കടിച്ച് പൊട്ടിച്ച് കഴിക്കാൻ പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലൊന്നും അവൾക്ക് കൊടുക്കാറില്ല. ഈ മീൻതല തന്നെ ഫുൾ ഉടച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഫുള്ള് പീസ് ആക്കുന്നത്. റോക്കിക്ക് പക്ഷേ ആവുന്നൊരു വിഷയമല്ല. അവൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിച്ച് കായി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ചൊന്ന് ആവി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കും ആ കമ്പും വെച്ചിട്ട്. ഞാൻ ഈ കമ്പും വെച്ചിട്ട് ഈ പാത്രം അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്ന കേട്ടോ. ഈ കമ്പും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. ഇതുപോലെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളം കുറച്ച് മാറി ഒരു ഗ്രേവി പോലെ ആകുമ്പോഴത്തേക്കിനാണ് ഞാൻ ചോറിടാറ്. നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെയാണ് അവർക്കും കൊടുക്കുന്നത്. സോ രണ്ടുപേരുടെ അളവിനനുസരിച്ചുള്ള ചോറ് ഇതിനകത്തോട്ടിടും. അതുവരെ തീ ഓഫ് ചെയ്യത്തില്ല കേട്ടോ. ചോറിട്ടതിന് ശേഷം അതും കൂടായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷമേ ഞാൻ തീ ഓഫ് ചെയ്യാറുള്ളൂ. അന്നേരം നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പം ഇത്രയും ചോറാണ്. സാധാരണ റോക്കിക്കും ബെല്ലയ്ക്കും എത്രയും കഴിക്കുന്നത് എനിക്കറിയാവുന്നതുകൊണ്ട് അത്രയും അളവേ ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ചോറും ഇതുകൂടെ നന്നായിട്ട് മിക്സ് ആക്കണം. റോക്കിക്കും ബെല്ലയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഇതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഇഷ്ടമുള്ളത് പിന്നെ ചിക്കൻ്റെ ഈ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ നെയ്യും അതുപോലെ അതിൻ്റെ കരളും അങ്ങനത്തുള്ള വേസ്റ്റുകളെല്ലാം കൂടി വരുമ്പോഴത്തേക്കിന് കറി വെക്കുന്നതിന് തൊട്ട് മുമ്പേ കിട്ടുന്ന ഡ്രസ്സ് ചെയ്തുകൊണ്ട് വന്ന കോഴിയുടെ തന്നെ അതെടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ചൂടാക്കി അപ്പം നെയ്യ് ഉരുകി വരും. അതിനകത്തോട്ട് ചോറൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ സാധനം റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ഡിഷ് അങ്ങനെ മീൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. റോക്കി ഇത്ര നേരം നല്ല കട്ട വെയിറ്റിങ്ങിലായിരുന്നു. റോക്കി ആണെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറൊരാൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് തിരക്കാൻ വേണ്ടിയിട്ട്. ആ ആളാരാണെന്ന് അറിയണ്ടേ? യെസ്, മറ്റാരുമല്ല, ബെല്ല. ഫുഡൊക്കെ റെഡിയായി, നമുക്കിനി വിളമ്പാം. ഈ വലിയ പാത്രം ബെല്ലമോളുടെ ആണ്. അവൾക്ക് കുറച്ച് വലിയ പാത്രം വേണം. കാരണം അവളിങ്ങനെ വായുന്നില്ല പൊഴിച്ച് വീഴ്ത്തിക്കൊണ്ടേ കഴിക്കത്തുള്ളൂ. സോ അവൾക്കൊരു വലിയ പാത്രം വേണം. റോക്കിക്ക് കുഞ്ഞു പാത്രം മതി കേട്ടോ. അവൻ ഓൾറെഡി കൊച്ചു കുഞ്ഞായതുകൊണ്ട്. അപ്പം നമ്മൾ വിളമ്പുകയാണ്. ഈ കൊടുക്കുന്നതിനകത്ത് നിങ്ങൾക്കിപ്പോൾ തോന്നും ബെല്ലയ്ക്ക് കൂടുതൽ കൊടുക്കുന്നെന്ന്. കാരണം ബെല്ലയ്ക്കാണ് ഇച്ചിരി കൂടുതൽ വിശപ്പ് റോക്കിയെക്കാട്ടിലും. വിളമ്പുന്ന സമയത്ത് രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് നോക്കിയിരിക്കും. കാരണം ആർക്കെങ്കിലും കൂടുതലായിട്ട് പോകുന്നുണ്ടോ കുറവായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. ചോറിനെക്കാട്ടിലും കൂടുതൽ താല്പര്യം അതിനകത്ത് കിടക്കുന്ന പീസിനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുന്നത്. ബെല്ല ഉമ്മയൊക്കെ തരുന്നതുണ്ടോ? പുള്ളിക്കാരത്ത് ഭയങ്കര നന്ദിയുള്ള കൂട്ടത്തിലാണ്. ഇപ്പം തന്നെ ചോറ് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ തന്നെയുള്ള ആ വാലാട്ട് കണ്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ പറയാതെ എത്ര വിശപ്പാണെങ്കിലും അവൾ എടുക്കില്ല. അവളുടെ തലയിൽ ഇങ്ങനെ തൊടണം. അങ്ങനെ തൊട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൾ ഫുഡ് എടുക്കത്തുള്ളൂ. അങ്ങനെയാണ് അവളുടെ സ്വഭാവം. പക്ഷെ റോക്കി അങ്ങനെയല്ല ഗൈസ്. ഇപ്പം കണ്ടോ, കൊണ്ടുവച്ചു. ഞാൻ ഒന്നും പറഞ്ഞു പോലുമില്ല. അതിന് മുമ്പ് അവൻ തിന്നാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ രണ്ടുപേരും. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇത് നമ്മുടെ റോക്കിമോൻ കിടക്കുന്ന സ്ഥലമാണ്. പകൽ സമയങ്ങളിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ മോട്ടറിൻ്റെ അടിയിലാണ് കിടക്കാറ്. അങ്ങനെ ഞാൻ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് അകത്ത് വന്നപ്പോൾ ബെല്ല പെട്ടെന്ന് അകത്ത് ഹാള് വന്നു. ഞാൻ നോക്കുമ്പോൾ എന്താ, റോക്കി അവൻ്റെ ഫുള്ള് കഴിച്ച് തീർത്തിട്ട് ഇവളെ ഓടിച്ചിട്ട് ഇവളുടേതും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ റോക്കിയെ വഴക്ക് പറഞ്ഞിട്ട് അവനെ ഓടിച്ചു. അവനെ പിടിച്ചു മാറ്റിയിട്ട് ബെല്ലമ്മ കൊടുത്തു. ഞാൻ അപ്പം ചെന്ന് നോക്കിയപ്പോഴാണ് റോക്കിയുടെ പാത്രത്തിൽ ഒറ്റ ചോറ് പോലും ഇല്ല. പിന്നെ ഞാൻ രണ്ടുപേരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും ആ ബെല്ലയുടെ ചോറ് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ചോറ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടുപേർക്കുമായിട്ട് കൊടുത്തു. അങ്ങനെയാണ് അവരെ ഒന്ന് ഒതുക്കിയത് ഗൈസ്. ഈ രണ്ടെണ്ണം എപ്പോഴും വഴക്കാണ്. കാരണം ഈ ബെല്ലക്ക് ഇച്ചിരി സ്നേഹം കൂടുതലായതുകൊണ്ട് എപ്പോഴും റോക്കിക്ക് ചെന്ന് ഉമ്മ കൊടുക്കും. പക്ഷേ ഹി ഡിഡ്ന്റ് ലൈക്ക് കിസ്സസ്, യുനോ. അവനൊരു സിഗ്മാമയിലാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നതാണ്. ഇപ്പം കണ്ടില്ല, ബെല്ല കഴിക്കും. ബെല്ല ഒറ്റയ്ക്ക് കഴിച്ചപ്പോഴത്തേക്കിന് റോക്കി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് വിഷമം വന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു,
ഹാഫ് ഹാഫായിട്ട് രണ്ടുപേർക്കും വീണ്ടും കൊടുത്തു. അങ്ങനെ ഫുള്ള് കഴിച്ചു തീർക്കായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യമേ പിടിച്ച് മാറ്റിയതിന് റോക്കിക്ക് പിണക്കമായി. എന്നിട്ട് ഞാൻ വീണ്ടും ചോറ് കൊടുത്തിട്ട് അവൻ കഴിക്കാൻ വരുന്നില്ല. കുറേ തവണ ഞങ്ങൾ പറഞ്ഞു റോക്കി വാടാ കഴിച്ചോ എന്ന്. പക്ഷേ അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നിർബന്ധിച്ച് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞാണ് അവനെ കൊണ്ട് കഴിപ്പിച്ചത്. ഇച്ചിരി ദുരഭിമാനിയാണ് ഗൈസ് അവൻ. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അങ്ങനെ ഫുള്ള് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.